നമസ്കാരം. ഇതുപോലൊന്ന് വേറെ ഇല്ല, നൺ ഓഫ് ദിസ് കൈൻഡ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ടാഗ് ലൈനായിട്ട് പണ്ട് കാലത്തെല്ലാം ഒരു കോമ്പാക്റ്റ് എസ് യു വി എന്നുള്ള ഒരു കാറ്റഗറിയൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു ടോൾ ബോയ് കൺസെപ്റ്റിലുള്ള ഹാച്ച് ബാക്ക് എന്നുള്ള രീതിക്ക് ബ്രോഷർ ഇറക്കി വിറ്റിട്ട് ഇപ്പോൾ ഇതൊരു അർബൻ മൈക്രോ എസ് യു വി എന്നൊക്കെ വിളിച്ച് നല്ല രീതിക്ക് റോഡ് പ്രസൻസ് ഉള്ള മികച്ച യുണീക്കായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാറാണ് മാരുതി സുസുക്കി ഇഗ്നിസ് എന്ന് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് ഇഗ്നിസിനൊരു അപ്ഡേഷൻ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം എപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാരുതിയുടെ ഒരുപാട് വാഹനങ്ങൾക്കും എൻജിൻ വൈസ് ആണെന്നുണ്ടെങ്കിലും അപ്ഡേഷൻ വന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു മൈനർ ഫേസ് ലിഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് മാരുതി സുസുക്കി ഇഗ്നിസിന് കാര്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. മാരുതി സുസുക്കി ഇഗ്നിസിന് നല്ല ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. വെറുതെയല്ല ഇതൊരു ഗ്ലോബൽ വാഹനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനൊരു ഗ്ലോബൽ വാഹനം എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ പാർട്സ് എല്ലാം KBX എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയുടെ പാർട്സുകളാണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. സുസുക്കിയുടെ സ്വിഫ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ വളരെ വളരെ കുറവാണ്. എന്നാൽ പോലും ഈ ഒരു വാഹനത്തിന് ഒരുപാട് നിഗിൾസ് ഉണ്ട്. കാരണം അതിൻ്റെ ബാക്ക് സീറ്റ് സപ്പോർട്ട് അത്ര പോരാ. സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ എസ്പെഷ്യലി നമ്മൾ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ആ സസ്പെൻഷൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പോലും എന്തോ ഇഷ്ടമാണ് ഈ ഒരു വാഹനത്തെ. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രധാനമായും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ള രീതിക്ക് വാർത്തകൾ വരുന്നില്ല. കാരണം ഈ ഫ്രണ്ട് ഫേഷ്യ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ട്രേഡ് മാർക്ക് തന്നെയാണ്. അതിൽ നിന്ന് മൈനറായിട്ടുള്ള ചേഞ്ചുകൾ മാത്രമേ വരത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സിഗ്നേച്ചർ ആയിട്ടുള്ള യു ഷേപ്പിലുള്ള ഡിസൈൻസ് ഉള്ള അലോയ് വീൽ പാറ്റേൺ അതുപോലെ തന്നെ നിലനിർത്തും. അലോയ് വീലിൻ്റെ സൈസോ ഫ്രണ്ട് ഫേഷ്യയിലോ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വരാനുള്ള സാധ്യതയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻജിൻ വൈസ് ഈ ഒരു വാഹനത്തിൽ വലിയൊരു മാറ്റം വരും എന്നുള്ളതാണ്. സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ ഒരിക്കലും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരില്ല. ഈ ഒരു വാഹനത്തിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഡ്യുവൽ VVT, ഡ്യുവൽ ജെറ്റ് എന്നുള്ള രീതിക്കുള്ള എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വരും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റായിട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ ഈ ഒരു വാഹനത്തെ കുറച്ചും കൂടെ സ്പോർട്ടിയാക്കി മാറ്റും എന്നുള്ളതാണ്. എന്നാൽ പ്രൈസ് റേഞ്ച് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകാത്ത രീതിയിലായിരിക്കും ഇത്തരം ഡിസൈൻ ലാംഗ്വേജും അതുമാത്രമല്ല ഇത്രയും മൈനർ ആയിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നല്ല മാരുതി സുസുക്കിയിൽ മിക്കവാറും എല്ലാ വാഹനത്തിനുള്ള ഒരു പ്രശ്നമാണ് ഡെഡ് സെൻറ്റർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു അസുഖം മാറുന്നത് പോലെയാണ് ഇപ്പോൾ മാരുതിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ചും കൂടെ നന്നാക്കും. സസ്പെൻഷൻ്റെ ഇഷ്യൂ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് എന്തായാലും ഇപ്രാവശ്യം പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബാക്ക് സീറ്റ് കംഫർട്ടിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ രീതിക്ക് തൈ സപ്പോർട്ടിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. എന്നാൽ നിലവിലുള്ള ഇഗ്നിസിൻ്റെ ആ ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജോ പാറ്റേണോ മാറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്കറിയാം. അതിൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ യൂണീക്കായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ട്രയാഡ് എന്ന് പറയുന്ന ഡിസൈനൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അത് സുസുക്കിയുടെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും കാലം അപ്ഡേഷൻ വന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ വളരെ റിലവൻ്റ് ആണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു അപ്ഡേഷനുമായിട്ടാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിലെ ന്യൂസും മാത്രമാണ്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പോകെ ചിലപ്പോൾ ഈ ന്യൂസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വാഹനം മികച്ച വാഹനമാണ്. ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു ന്യൂസ് എന്നുള്ള രീതിക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷൻ ഇല്ലാതെ ഈ ഒരു വാഹനത്തെ മാരുതി മാറ്റി നിർത്തി എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് മികച്ചൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വ്ളോഗ്സ് വേണം വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.